പാവം. ഞാൻ പറഞ്ഞ കള്ളത്തരം ഹിറ്റ്ലർ വിശ്വസിച്ചു. എന്നിട്ടും എന്നെ കെയർ ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ആ CBI വെറുതെ ഹിറ്റ്ലറിനെ സംശയിക്കുകയാണെന്നാ. ഇയാൾക്ക് എങ്ങനെ സുപ്രിയെ കൊല്ലാൻ കഴിയും? അതെ, നിനക്ക് ഞാൻ ഫ്രീ ആയിട്ട് കുറച്ച് ഉപദേശങ്ങൾ തരാം. അയ്യോ, എന്തുപദേശം? ആദ്യം നീ നടക്കാൻ പഠിക്കണം. ഇപ്പൊ തന്നെ നടക്കുന്നതിന് പകരം ഡൈവ് ചെയ്തല്ലേ വന്നത്. അയ്യോ, എന്റെ കാലേ. പെൺകുട്ടികൾ അങ്ങനെ പൊങ്ങിച്ചാടി നടക്കരുത്. നടന്നാ ഇങ്ങനെ ഇരിക്കും. നിലാവത്ത് അഴിച്ചുവിട്ട കോഴിയെ പോലെ പെൺകുട്ടികൾ പകൽക്കിനാവ് കണ്ട് പരിസര ബോധമില്ലാതെ നടക്കുന്നത് ശരിയല്ലാന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? എന്റെ പൊന്നു ചേട്ടാ. ഹലോ ഭർത്താവേ, പെണ്ണുങ്ങൾക്ക് മാത്രം ഈ നാട്ടിൽ എന്താ ഇത്രയ്ക്ക് ഡിവൈഡറുകള്? അതെ, ബമ്പും ഹമ്പും ഒക്കെ ഞങ്ങൾക്ക് മാത്രല്ല, ആണുങ്ങൾക്കും ഉണ്ട്. അല്ലെങ്കിലും ചില ആണുങ്ങൾക്ക് സ്ത്രീകളെ അടിച്ചമർത്താനാണല്ലോ കൂടുതൽ താല്പര്യം. ഞാൻ അന്നും ഇന്നും എന്നും ഇങ്ങനെ തന്നെയാ. നടന്നാലും ഓടിയാലും ഡൈവ് ചെയ്താലും സ്വിം ചെയ്താലും ഞാൻ തന്നെയാ. ഈ ചോദ്യം മാറ്റാൻ ആർക്കും പറ്റില്ല. ഞാൻ ആരുടെ അടിമയൊന്നും അല്ല. അടിമകൾക്കൊക്കെ കുറഞ്ഞ വർഷം അനുസരണയെങ്കിലും ഉണ്ട്. നിനക്ക് അതുമില്ല. മതി മതി. എന്നെ കുറ്റം പറഞ്ഞിട്ട് എന്റെ കാല് പിടിച്ച് തിരിച്ചൊടിക്കാനാണ് പരിപാടി. ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല. ഈ കാലുപിടുത്തം കൊണ്ട് പിന്നെ എന്തായിരുന്നു ഉദ്ദേശം? അല്ല, ഇത്രയും നേരം വെറുതെ കാല് തടവിയതാണോ? അതോ ശരിക്കും നിങ്ങൾക്ക് എന്നോട് പ്രേമം തോന്നി തുടങ്ങിയ? കണ്ട പ്രേമത്തിന്റെ കാര്യം പറഞ്ഞപ്പോ തന്നെ ഡിം. കേട്ടില്ലേ? ദൈവം തന്നെയാ എന്തോ തള്ളിയിട്ട് സിഗ്നൽ തന്നത്. പ്രേമം നിന്നെ ആരെങ്കിലും പ്രേമിക്കണമെങ്കിൽ അവൻ കണ്ണുപൊട്ടനായിരിക്കണം, ചെവി കേൾക്കാത്തവനായിരിക്കണം. കാല് വേദനിക്കുന്നു കരുതി അല്പം സിമ്പതി കാണിച്ചപ്പോ തലയെ കയറിയെന്ന് നിരങ്ങാൻ വരുന്നു. ഇഡിയറ്റ്. അതെന്താ വീണ്ടും ഒരു ശബ്ദം? എന്റെ മുറിയിൽ നിന്നല്ലേ കേട്ടത്? അല്ലല്ല, നിങ്ങളുടെ മുറിയിൽ നിന്നല്ല. വല്ല എലിയോ പൂച്ച എന്തെങ്കിലും ആയിരിക്കും. അതിന് നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നു? ടെൻഷനോ? എനിക്ക് ടെൻഷനൊന്നുമില്ല, ഞാൻ ഭയങ്കര ഹാപ്പി അല്ലേ. അയ്യോ, കാലുവേദന മാത്രമേ ഉള്ളൂ. അല്ലല്ലോ, നീ എന്തോ മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ടല്ലോ. എന്തോ കാര്യം നിന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. പറയടി, എന്താ അത്? ഒന്നുമില്ല. കാല്. CBI നിങ്ങളെ വിശ്വസിക്കുന്നില്ല ഹിറ്റ്ലറെ. അയാളെ കുറിച്ച് ഞാൻ എന്തെങ്കിലും പറഞ്ഞാ നിങ്ങളും വിശ്വസിക്കില്ല. പിന്നെ ഞാൻ എങ്ങനെയാ പറയോ? അവിനാശ് നിന്നെ എന്തെങ്കിലും പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നുണ്ടോ? ഇല്ല. അയ്യോ കാലേ, എന്റെ കാലേ. അനിയത്തി, നിന്റെ മരണത്തിന് പിന്നിലെ കാരണം ഇതിനകത്തുണ്ട്. ഇതിനകത്ത് നീ സൂക്ഷിച്ചിട്ടുള്ള തെളിവുകളാണ് DK ജയിലടയ്ക്കാൻ പോകുന്നത്. അവൻ കാരണമാണ് നീ കൊല്ലപ്പെട്ടെന്ന് എനിക്ക് ഉറപ്പായ മരണശിക്ഷ തന്നെ അവന് കിട്ടും. ഇത് ഈ ചേട്ടൻ നിനക്ക് തരുന്ന വാക്കാണ്. അയ്യോ, പോവാണോ? അതെ അതെ, എന്റെ കാലൊന്നോട് തടയി തരും. ഹിറ്റ്ലറെ, അയ്യോ നിക്കവിടെ.
ഇവളെന്നെ അമ്മയുടെ കയ്യിൽ നിന്ന് ചീത്തവിളി കേൾപ്പിക്കും. ഉറക്കത്തിൽ എണീറ്റിടന്ന ആ ബേക്കറിക്കാരി എവിടെയെങ്കിലും പോയി വീണ് കാണുമെന്തോ. ഒടുക്കത്തൊരു സ്വപ്നം. പുതപ്പ് താഴെ പോയിട്ട് ഈ ബേക്കറിക്കാരി അത് അറിഞ്ഞിട്ടേയില്ല. വാട്ട് ഈസ് ദിസ്? ആരാ ഇവിടെ സ്ലീപ്പ് ചെയ്യുന്നത്? ഹലോ ഹലോ, ആരാ എണീറ്റേ? സ്റ്റാൻഡപ്പ് സ്റ്റാൻഡപ്പ്. ആ ബേട്ടി, നീയോ? നീ എന്താ ഇവിടെ വന്ന് കിടന്നത്? അകത്ത് ചൂടായത്. വാട്ട്? ഈ തണുപ്പടുത്ത് ചൂടോ? ആ മുറിയിൽ എ സി ഇല്ലേ? അത് പിന്നെ തണുപ്പാണെന്ന് പറഞ്ഞ് ഡിക്ക് എ സി ഓഫ് ചെയ്താ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? അവൻ എ സി ഓഫ് ചെയ്തു. ഇന്ന് അവനോട് ചോദിച്ചിട്ട് എന്നെ കാര്യം. അല്ല, നീ ഡിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? അത് പിന്നെ കമോൺ ബേട്ടി, കമോൺ, എണീറ്റേ. ഞാൻ പറയട്ടെ. പതുക്കെ 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 പതുക്കെ. അമ്മ ഞാനൊന്ന് പറയട്ടെ. നോ 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 സ്പീക്കിംഗ്. ഐ സ്പീക്കിംഗ് മൈ സൺ. കമോൺ കമോൺ ബേട്ടി, കമോൺ. മോളിങ്ങി വന്നേ. അമ്മ ചോദിക്കാം അവനോട്. ആഹാ, തണുപ്പ് കൊണ്ട് കിടത്തിയിരിക്കുന്നു. അമ്മ അമ്മ കുഴപ്പമില്ല അമ്മ. ഞാന് മോളൊന്നും പറയണ്ട, ഞാൻ ചോദിക്കാം അവനോട്. ആഹാ, വാ ഇങ്ങോട്ട്. വേണ്ട അമ്മ. വാ ഇങ്ങോട്ട് വാ. വേണ്ട അമ്മ. നീ ഇവിടെ നിന്നേ. നീ പേടിക്കണ്ട, ഞാൻ ചോദിക്കാം അവനോട്. എന്തു പറ്റിയമ്മേ? ഈ ബേക്കറിക്കാർ വന്ന് എന്തെങ്കിലും അമ്മയുടെ അടുത്ത് കംപ്ലൈന്റ് ചെയ്തോ? നോ, ഇവളൊരു കംപ്ലൈന്റും പറഞ്ഞിട്ടില്ല. നീ ഒരു ക്രൈം ചെയ്തു, അത് ഞാൻ കണ്ടുപിടിച്ചു. വെറുതെ എന്നെ നോക്കി പേടിപ്പിക്കണ്ട. ഞാനൊന്നും പറഞ്ഞിട്ടില്ല. എന്നോട് പറയാതിരിക്കുന്നത്
വലിയ കാര്യമാണെന്ന് നീ വിചാരിച്ചോ? ആ, നിന്നെ ഇവൻ ഇങ്ങനെ കഷ്ടപ്പെടുത്തിയപ്പോ നീ ഇത് എന്നോട് പറയണ്ടേ? നീ പറയുന്നത് ഞാൻ എങ്ങനെ അറിയാനാ? ഞാൻ ആരെയും കഷ്ടപ്പെടുത്തിയിട്ടൊന്നുമില്ല. ഇവിടെ കാരണം ഞാനാ കഷ്ടപ്പെട്ടത്. വാട്ട് കഷ്ടപ്പാട്? ടെൽ മീ, നിനക്കെന്താ ഇത്ര വലിയ കഷ്ടപ്പാട്? ഓ, എടാ, വൈഫ് ഹസ്ബൻഡ് എവിടെയാ കിടക്കേണ്ടത്? എടാ, എവിടെയാ കിടക്കേണ്ടതെന്നാ? പിന്നെന്തിനാ ഇവള് വെളിയിൽ പോയി കിടക്കുന്നത്? ആരാ ഇവളോട് വെളിയിൽ പോയി കിടക്കാൻ പറഞ്ഞത്? ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ചുമ്മാതെ അമ്മ. ഈ ഹിറ്റ്ലർ എന്നെ മുറി നിറക്കി വിട്ടതാ. 2 days ആയിട്ട് ഞാൻ വെളിയിൽ തണുത്ത് വരച്ച് കിടക്കണു. ഞാനൊരു ഭാര്യയല്ലേ അമ്മ, എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യാമോ? എടീ, ബേക്കറിക്കാരി, ദേ, നിന്റെ കള്ളക്കടച്ചിലൂടെ വേണ്ട. എടാ, ഇവളെ പുറത്ത് മഞ്ഞത്ത് കിടത്തിയിട്ട് നീ ഇവിടെ AC സുഖമായിട്ട് കിടന്ന് ഉറങ്ങിയല്ലേ? നിന്റെ മരുമക്കളുടെ മുന്നിൽ നിന്റെ വൈഫിനെ അപമാനിക്കില്ലേ ചെയ്തത്? ഷെയ്ം ഷെയ്ം ഷെയ്ം. ദേ, പോത്തുപോലെ വളർന്നു ഞാൻ വിചാരിക്കത്തില്ല. വികുശതാണല്ലോ. ഈ ബേക്കറിക്കാരി അതിനെല്ലാം കാരണം. ഇവളെ ഇന്ന് ഞാൻ Don't touch me. അമ്മേ, അമ്മേനെ മുമ്പ് ഇത് മാറിയുന്നേ. ഇവളെ ഞാനൊന്ന് ശരിയാക്കും. മാറി നിക്കണേ. എന്താ എന്റെ മുന്നിൽ വെച്ചോളാം നീ തല്ലുവോ? ഇവക്ക് ചോദിക്കാനും പറയാൻ ആരില്ലാതെ നീ വിചാരിച്ചോ? ഞാനുണ്ട് ഇവക്ക്. I speak, I ask. ഞാൻ ചോദിക്കേ പറയുകയും ചെയ്യും. മോളെ, നീ വന്നേ. തല്ലു ഞാനൊന്ന് കാണട്ടെ. Tell me sir, നീ ഇവളെ എന്റെ മുന്നിൽ വെച്ച് തല്ലുവോ? എടാ, തല്ലുവോന്നാ? അമ്മയ്ക്കുള്ള മറുപടി ഞാൻ ഇവളെ കൊണ്ട് തന്നെ പറയിക്കും. എടി ബേക്കറിക്കാരി, ഞാൻ നിന്നോട് പറഞ്ഞോ പുറത്തു പോയി കിടക്കാൻ? നീ ഇവളെ മുറി ഇറക്കി വിട്ടാ പിന്നെ ഇവളെ എവിടെ പോയി ചുരുണ്ട് കൂടി സ്ലീപ്പ് ചെയ്യും? ഞാൻ ആരോടും പുറത്തു പോയി കിടക്കാൻ പറഞ്ഞിട്ടില്ല. ഇവിടെ തനിയെ പോയി കിടന്നു, അത്രേ ഉള്ളൂ. പുറത്തു പോയി കിടക്കുന്നത് പോട്ടെ അമ്മ, അറ്റ്ലീസ്റ്റ് ഞാൻ എവിടെയാ കിടക്കുന്നെങ്കിലും ഇയാളൊന്ന് അന്വേഷിച്ചോ? പിന്നെ നീ ഈ പൊതിച്ചിരിക്കുന്ന പുതപ്പ് എങ്ങനെയാ അവിടെ വന്നത്? അത് ശരിയാണല്ലോ. തണുത്ത് വിറച്ചു കിടന്ന് നിന്നെ രാത്രി ഞാൻ തന്നെ കൊണ്ടുവന്ന് പതിപ്പിച്ചതാ. ഇനി അഥവാ ഈ മുറിയിൽ നിന്ന് ഇറങ്ങി പോകാൻ ഞാൻ പറഞ്ഞാൽ തന്നെ ഉടനെ ഉമ്മർത്ത് പോയി കിടക്കണോ വേണ്ടത്? ഈ വീട്ടിൽ വേറെ എത്ര മുറികളുണ്ട്? ഇല്ലെങ്കിൽ നിനക്ക് പ്രിയപ്പെട്ട അമ്മയുടെ മുറിയില്ലേ? അമ്മ അറിഞ്ഞ അമ്മ സങ്കടപ്പെടുമെന്ന് വെച്ചിട്ടാ ഞാൻ വെളിയിൽ പോയി കിടന്നത്. യെസ് ബേട്ടി, എനിക്കിതൊക്കെ കണ്ട സങ്കടം വരും. ഇതാണോ ഞാൻ ആഗ്രഹിച്ചത്? നിങ്ങൾ രണ്ടുപേരും സന്തോഷത്തോടെ ജീവിച്ച് കാണാനല്ലേ ഞാൻ ആഗ്രഹിച്ചത്. അപ്പൊ പിന്നെ ഇത് കണ്ട എനിക്ക് ഫീൽ ആവൂലേ? ഈ വട്ട് പിടിച്ചോളാം എല്ലാത്തിനും കാരണം. ഹിറ്റ്ലറെ ആവശ്യമില്ലാത്ത പറഞ്ഞോണ്ടല്ലോ. എന്തായാലും ഇത്രയായി. ഇനി നീ എന്തൊക്കെ ചെയ്താലും നിന്നെ ഇനി എന്റെ മുറി കിടത്തുന്ന പ്രശ്നമില്ല. ഞാൻ ഇങ്ങോട്ട് വരുന്നുമില്ല. പോരെ, നിങ്ങൾ എന്നോട് ഈ മുറിയിൽ കിടക്കാൻ പറയുന്നത് വരെ ഞാൻ ഈ മുറിയിൽ കിടക്കുന്ന പ്രശ്നമില്ല. ഒരു പുതപ്പുകാരൻ വന്നിരിക്കുന്നു. നിങ്ങൾ എന്നെ പൊതച്ചങ്ങ് കിടന്നാ മതി. കാട്ടാളെ. ഇവര് തമ്മിൽ ലവില്ലെന്ന് ആരാ പറഞ്ഞത്? മുറിയിൽ നിന്ന് ഇറക്കി വിടുക, ആരും കാണാതെ രാത്രി ചെന്ന് പൊതപ്പിക്കുക. ഈ മുറി കിടക്കാനുള്ള അവകാശം അവൻ ആർക്കും വിട്ടുകൊടുക്കില്ല. എന്തായാലും ഞാൻ ഹാപ്പിയാ. എൻ്റെ മരുമകൾ ഒരു വൈഫിൻ്റെ റൈറ്റ്സ് കിട്ടാൻ വേണ്ടിയുള്ള ഫൈറ്റ് തുടങ്ങിക്കഴിഞ്ഞു. മൈ ലിറ്റിൽ കണ്ണാ, യു ആർ ഗ്രേറ്റ്. അടികൂടി രണ്ടിനെ ഒന്നിച്ചാക്കി ഒരു ഉണ്ണിക്കണ്ണനെയും കൂടി തരണേ എൻ്റെ ഭഗവാനെ. കൃഷ്ണ ഗുരുവായൂരപ്പ.
ഇതാണോ നിങ്ങൾ ഇത്രയും നാൾ തെരഞ്ഞത്? അതെ, ഇതാണ് തെളിവ്. എന്റെ അനിയത്തിയുടെ മരണമൊഴി. നിന്റെ ഭർത്താവിനെ ജയിലിൽ കയറ്റാൻ ഇത് തന്നെ ധാരാളം. അതിന് ഇതിനകത്ത് സുപ്രിയയുടെ മരണമൊഴിയാണെന്ന് നിങ്ങൾക്ക് എന്താ ഇത്ര ഉറപ്പ്? ഇത് മറ്റെന്തെങ്കിലും ആയിക്കൂടെ? നീ വെറുതെ അവനെ ന്യായീകരിക്കണ്ട. ആദ്യം ഇത് കേട്ടു നോക്കട്ടെ, ബാക്കി പിന്നീട് തീരുമാനിക്കാം. ഇതെന്താ ഇത്? എന്താ ഇത്? ഓഡിയോ കാസറ്റും റെക്കോർഡറോ? ഈ പഴഞ്ചൻ കാസറ്റിൽ എന്താ ഉള്ളത്? ഈ റെക്കോർഡർ ഇപ്പോഴും വർക്ക് ചെയ്യോ? ഇതൊരു പഴയ കളക്ഷന്. വളരെ റയറായ ഒരു ഫോക്ക് സോങ്ങാ. ജ്യോതി ഒന്ന് കേൾക്കണമെന്ന് പറഞ്ഞപ്പോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കിയത്. ഫോക്ക് സോങ് എനിക്കും ഭയങ്കര ക്രേസാ. ഒന്ന് പ്ലേ ചെയ്യോ? എനിക്കും കേൾക്കണം. പ്ലീസ് ചേട്ടാ, പ്ലേ ചെയ് ചേട്ടാ, ഞാനും കൂടി കേൾക്കട്ടെ.